ധർമ്മസ്ഥല വാർത്തകൾ മാത്രമാണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട മാധ്യമങ്ങളിലൊക്കെ. എല്ലാ ക്രൈം വാർത്തകളിലും ധർമ്മസ്ഥലയാണ് നിറഞ്ഞു നിൽക്കുന്നത്. ഒരുപാട് വിഷയങ്ങൾ കയറി വരുന്നുണ്ട്. പ്രത്യേകിച്ചും ഇത്രയും നാളും എല്ലാവരും മടിച്ചു നിൽക്കുകയായിരുന്നു. കാരണം അത് പ്രമാണിത്വമുള്ള ഒരു നഗരമാണ്. അവിടെ ആവിഷ്കാര സ്വാതന്ത്ര്യമില്ല. ആ നഗരത്തിന് അതിൻ്റേതായിട്ടുള്ള റിപ്പബ്ലിക് ഉള്ളതുപോലെയാണ് അവിടെ ഓരോ രീതികളും ഇരിക്കുന്നത്. പ്രമാണിയായിട്ടുള്ള ഒരാളുടെ കീഴിലൂടെയാണ് എല്ലാ കാര്യങ്ങളും പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വ്യക്തി സ്വാതന്ത്ര്യം ഉണ്ടായില്ല. പക്ഷേ ഇപ്പോൾ തെളിവ് സഹിതം കുറേ കൊലപാതക ബലാത്സംഗ വിഷയങ്ങൾ പുറത്ത് വന്നപ്പോൾ ഒരുപാട് മലയാളികൾ അവരുടെ അനുഭവങ്ങൾ കൂടെ പറയാൻ തുടങ്ങി. ഒരുപാട് മലയാളികൾ അവിടെ ജോലി ചെയ്യുന്നുണ്ട്, അവിടെ ബിസിനസ് ചെയ്യുന്നുണ്ട്, അവിടെ സ്ഥലങ്ങൾ വാങ്ങിച്ച് കൃഷി ചെയ്യുന്നുണ്ട്, അവിടെ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അവർക്കും ഇതുപോലുള്ള ഒരുപാട് തിക്താനുഭവങ്ങൾ ധർമ്മസ്ഥല ക്ഷേത്ര ഭാരവാഹികളുടെ അടുത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അവിടെ വലിയൊരു അണ്ടർവേൾഡ് മാഫിയ ഗ്യാങ് പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ ഒരാൾ ഇടുക്കിയിൽ നിന്ന് വന്ന് 40 ഏക്കർ സ്ഥലം വാങ്ങിച്ചിട്ടുള്ള ഒരു ജോയിയാണ്. അദ്ദേഹം അവരുടെ ഗുണ്ടകളാൽ ആക്രമിക്കപ്പെട്ട് കൊല്ലപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ മകൻ അനീഷ് കഴിഞ്ഞ ദിവസം ഒരു സാക്ഷ്യം മാധ്യമങ്ങളോട് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ പ്രകാരം 20 ഏക്കർ സ്ഥലം നിരന്തരമായി സുഭാഷ് എന്ന പേരിലുള്ള ഒരു റിയൽ എസ്റ്റേറ്റ് മാഫിയ ഏജൻറ്റ് ഇവരോട് വന്നിട്ട് ആവശ്യപ്പെട്ടിരുന്നു. അങ്ങനെ ഇവർ 21 ലക്ഷം രൂപയ്ക്ക് പറഞ്ഞിരിക്കുന്ന സ്ഥലം 18 ലക്ഷം രൂപയ്ക്കായി എഴുതി കൊടുത്തു, ഡോക്യുമെൻറ്റ്സൊക്കെ കൊടുത്തു. പിന്നീട് ബാക്കിയുള്ള 20 ഏക്കർ സ്ഥലം ഒരു ലോൺ എടുക്കുന്നതിനുള്ള ബന്ധത്തിൽ ഇവർക്ക് വേണമെന്ന് പറഞ്ഞ് അവർ നിരന്തരമായി ശല്യപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. ഈ സ്ഥലം ശരിക്കും പറഞ്ഞാൽ ജോയ് എന്ന് പറഞ്ഞ ആൾ അയാളുടെ 12 മക്കൾക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന സ്ഥലമായിരുന്നു. അതല്ലാതെ തന്നെ അയാളൊരു കഞ്ഞിക്കട, അതുപോലെ തന്നെ വേറെ കുറേ ബിസിനസ്സുകളൊക്കെ അവിടെ നടത്തുന്നുണ്ടായിരുന്നു. ബാക്കിയുള്ള 20 ഏക്കർ സ്ഥലം തനിക്ക് കിട്ടുന്നില്ല എന്നറിഞ്ഞപ്പോൾ ഒരു ടാർപ്പ വിരിച്ചിട്ടുള്ള നീല വാഹനത്തിൽ അവർ വന്ന് പട്ടാപ്പകൽ അദ്ദേഹത്തിനെ ഇടിച്ചു കൊല്ലുകയായിരുന്നു. ആ റോട്ടിൽ വെച്ച് അദ്ദേഹം ജീവന് വേണ്ടി പിടഞ്ഞ് മരിക്കുകയായിരുന്നു. പിന്നീടാണ് അനീഷ് അറിഞ്ഞത് ഈ പറഞ്ഞിരിക്കുന്ന സ്ഥലമൊക്കെ പോയത്, അതായത് ആദ്യമേ വിറ്റിരിക്കുന്ന 20 ഏക്കർ സ്ഥലം ഹെഗ്ഡെ എന്ന് പറഞ്ഞിരിക്കുന്ന ആളുടെ പേരിലാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അയാളുടെ ഗുണ്ടയായിരുന്നു സുഭാഷ്. അപ്പോൾ ഇതുപോലുള്ള ഗുണ്ടായിസം കളിച്ചിട്ടാണ് 2 ലക്ഷം കോടി രൂപയുടെ മുതൽ ഹെഗ്ഡെ കുടുംബം ഉണ്ടാക്കിയിട്ടുള്ളത്. ക്ഷേത്രത്തിനകത്തുനിന്ന് കോടിക്കണക്കിന് രൂപ വരുമാനം കിട്ടുന്നുണ്ട്. അത് വെച്ചിട്ട് അയാൾ വലിയൊരു സാമ്രാജ്യം പണിഞ്ഞത് ഗുണ്ടായിസം എന്ന സമവാക്യത്തിലൂടെയാണ്. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് സംഭവങ്ങൾ ഇപ്പോൾ പുറത്ത് വരുന്നുണ്ട്. വരുന്ന ദിവസങ്ങൾ ഞെട്ടിക്കുന്ന വേറെ വാർത്തകൾ നമുക്ക് കേൾക്കാൻ കഴിയും.